മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് ധൂർത്താണ് എന്നായിരുന്നു പൊതുവെ കേരളത്തിലുള്ള കോൺഗ്രസുകാർ, സംഘികൾ, സുഡാപ്പികളെല്ലാം ഒരുമിച്ച് വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. അതില് നേരത്തെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ചില രാഷ്ട്രീയക്കാരൊക്കെ മരണപ്പെട്ട സന്ദർഭത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് അവരെ സഹായിച്ചു എന്നുള്ളതായിരുന്നു ഇവർ ലോകായുക്തയിൽ ഉൾപ്പെടെ കേസിന് പോകാനായിട്ടുള്ള കാരണം. അറിയാലോ അല്ലേ? ഇപ്പോ പാലക്കാട് അട്ടപ്പള്ളത്ത് സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ചേർന്ന് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള രാം നാരായണനെ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് ചവിട്ടി മൃഗീയമായി കൊന്നു. അയാളുടെ കുടുംബത്തിന് 30 ലക്ഷം രൂപ സർക്കാർ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ ധനസഹായം കൊടുക്കുകയാണ്. എവിടെ നിന്ന്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും. എന്തേ കേരളത്തിൽ ആരുടെയും വാ തുറക്കുന്നില്ല, മിണ്ടുന്നില്ലല്ലോ? അതായത് സംഘപരിവാറുകാർ ഒരു സാധു മനുഷ്യനെ തല്ലിക്കൊന്നതിന് പണം കൊടുക്കേണ്ടി വന്നത് ഈ നാട്ടിലെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ സാധാരണക്കാരുടെ സഹായമായിട്ടുള്ള തുക. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും ദിവസം ഇവർ പറഞ്ഞതനുസരിച്ച് തിരിച്ച് ചോദിക്കുക തന്നെ വേണം. അതായത് നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് കൊടുക്കാനുള്ളതാണോ ഈ നാട്ടിൽ ദുരിതാശ്വാസ നിധിയുടെ പണം? അത് കൊടുക്കണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലേക്ക് ജോലി തേടി വന്ന ഒരു മനുഷ്യനെ നിർദാക്ഷിണ്യം അങ്ങനെ ചെയ്തതിന് ആ കുടുംബം അനാഥമാക്കപ്പെടാൻ പാടില്ല. അത് ഈ രാജ്യത്തിന്റെ പൗരനും മറ്റൊരു സംസ്ഥാനത്തുള്ള ആളാണെങ്കിലും ഈ നാട്ടിലേക്ക് ഒരു അഭയം അല്ലെങ്കിൽ തൊഴിൽ തേടി വന്ന വ്യക്തിയെ, ഈ നാട്ടിൽ മനുഷ്യനായി ജീവിച്ചിരിക്കുന്ന ചില നപുംസകങ്ങൾ ഉണ്ടല്ലോ, മത തീവ്രവാദികൾ, മത അടിമകൾ എന്നൊക്കെ വിളിക്കാം, അവർ ചേർന്ന് ഇല്ലായ്മ ചെയ്താൽ ചേർത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഒരു നിമിഷം പോലും അന്തിച്ചു നിൽക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാർ 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം തരണമെന്ന് കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ വന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 കുരുന്നു കുട്ടികളാണ്. ആ കുട്ടികളെ വളർത്താനാണ് ഇവർ ഭരിക്കുന്ന ആര്? ഈ സംഘിസ്ഥാൻ പോലുള്ള സ്വപ്നതുല്യ നാടുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസുകാർ ഭരിച്ചിരുന്ന ഇടങ്ങളിൽ അവിടെയെല്ലാം മധുര മനോജ്ഞമായതുകൊണ്ടാണല്ലോ ഈ നാട്ടിലേക്ക് അവർ തൊഴിൽ തേടി വരുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് മാറ്റമുണ്ടായെന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതര സംസ്ഥാനത്തുള്ളവർക്ക് ഇവിടെ തൊഴിൽ സാധ്യതയുണ്ട്. ആ തൊഴിലിനെ തേടി വന്ന മനുഷ്യരെ തല്ലിക്കൊന്നപ്പോൾ ഇവിടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്തു കൊടുക്കുമ്പോൾ ഇന്നലകളിൽ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് കോടതിയിൽ പോയവന്മാർ ചോദിക്ക്, സംഘികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണോ ദുരിതാശ്വാസ നിധിയിലെ പണമെന്നൊന്ന് വാ തുറന്ന് ചോദിച്ചേ. എന്തേ വാ തുറക്കല്ല? അപ്പൊ നിങ്ങളുടെ അവസരവാദത്തെ കുറിച്ച് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഉള്ളവർക്കുണ്ട്. അതായത് ഇവർക്ക് പല കാര്യങ്ങളിലും ഈ സെലക്റ്റീവ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തുക ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ കയ്യിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഈടാക്കി എടുക്കുകയാണ് വേണ്ടത്. കാര്യം ഇവനെന്ന് സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ ഈ നാടിന്റെ ഗുണത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ഈ നാടിന്റെ ഏറ്റവും വലിയ ദ്രോഹികളായിട്ടുള്ളവന്മാരാണ്. അങ്ങനെയുള്ളവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ആ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം അങ്ങനെ സംഭവിക്കാൻ ഈ നാട്ടിൽ പാടില്ലാത്ത കാര്യമായതുകൊണ്ടും ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഒരു പാവപ്പെട്ട കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തതിന് ശേഷം സകലതും ഈ സംഘപരിവാറുകാരുടെ കൂടും കുടുക്കിയടക്കം അത് ജപ്തി ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം അറ്റാച്ച് ചെയ്ത് തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. ഇവരെയൊന്നും ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ ഒരു പ്രവർത്തനം അവസാനിക്കത്തുള്ളൂ. ഇതിനെ സംബന്ധിച്ചിപ്പോ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതിന് പണം കൊടുത്തു എന്നൊരു ചോദ്യം പോലും ഉന്നയിക്കാതെ നിശബ്ദത പാലിക്കുന്ന കേരളത്തിലെ ചില അഖിൽമാരാർ മാലിന്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇവർ ധൂർത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിരുന്നത്. അപ്പോ ഈ നാട്ടിൽ വന്ന രാംനാരായണൻ എന്നൊരു ഹിന്ദു സഹോദരൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന് ഇത് സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയുടെ പണം എന്തിനൊക്കെയാണ് വിനിയോഗിക്കുന്നതെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതൊന്നും വലിയ വാർത്തയായിട്ട് അഡ്രസ് ചെയ്യപ്പെടില്ല. അപ്പോ ഇങ്ങനെ സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഒരു സാധു മനുഷ്യനെ തല്ലിക്കൊന്നാലും അതിനു പോലും എടുത്തു കൊടുക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിച്ച ആ തുകയിൽ നിന്നാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിനെയൊക്കെയാണ് ഇവർ ധൂർത്തെ എന്ന രീതിയിൽ ഇന്നലകളിൽ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നവർ. ആ അധിക്ഷേപിച്ചവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കും ഒടുവിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ എടുത്ത് കൊടുക്കേണ്ടി വന്നതും അതേ ദുരിതാശ്വാസ നിധിയിലെ പണമാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് ദുരിതാശ്വാസ നിധിയിലെ പണം ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവർ പ്രചരിപ്പിക്കുന്ന പലതും പച്ച കള്ളങ്ങളാണെന്ന് നാടിന് തിരിച്ചറിയാൻ പറ്റുന്ന ഉദാഹരണമാണ് ഈ ഒരു നന്മ പ്രവർത്തനമെന്ന് പറയേണ്ടി വരികയാണ്.